മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അടക്കം ആക്രമണം വ്യാപിച്ചതോടെ മണിപ്പൂർ കലാപത്തിൽ ഇടപെട്ട് കേന്ദ്രം. തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റിവെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാൻ സാധ്യമായ നടപടികൾ എടുക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. സ്ഥിതി വിലയിരുത്താൻ നാളെ അവലോകന യോഗവും ചേരും. മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. കാണാതായ കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് കലാപം രൂക്ഷമായത്. സായുധ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് മെയ്തേയി വിഭാഗക്കാരുടെ പ്രതിഷേധം. ഇംഫാലിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചവരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചാണ് പോലീസ് തുരത്തിയത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും വീടുകളും വാഹനങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ഇംഫാൽ മേഖലയിലെ പള്ളികളും തീയിട്ടു. സർക്കാർ ഇടപെടൽ ഫലപ്രദമാകാതായതോടുകൂടിയാണ് കേന്ദ്രം ഇടപെടുന്നത്. കലാപവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം NIA-ക്ക് കൈമാറാനാണ് പോലീസിന് നിർദ്ദേശം. വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലിയിലും വാദ്രയിലും ഇന്ന് നടത്തേണ്ടിയിരുന്ന റാലികൾ റദ്ദാക്കിയാണ് അമിത്ഷാ ഡൽഹിയിൽ തുടരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിക്കാഴ്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ CRPF DG മണിപ്പൂരിലേക്ക് തിരിച്ചു. നേരത്തെ കൂടുതൽ കേന്ദ്രസേനയെ സംഘർഷം രൂക്ഷമായ ജിരിബാമിലേക്കും ഇംഫാലിലേക്കും അയച്ചിരുന്നു. സായുധ സംഘാംഗങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം 24 മണിക്കൂറിനകം നടപടിയെടുത്തില്ലെങ്കിൽ സർക്കാരും അധികൃതരും പ്രതിഷേധ ചൂട് അറിയുമെന്നാണ് മെയ്തേയി സംഘടന കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ മുന്നറിയിപ്പ്. അതേസമയം മണിപ്പൂരിൽ പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന വിമർശനം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. നാഷണൽ ഡെസ്ക്, അമൃത TV.